എൻ്റെ പൊന്നോ, എന്നൊക്കെ പറഞ്ഞാൽ ഈ വീട് മാറ്റം എന്ന പ്രക്രിയ ഉണ്ടല്ലോ, ഒരു തലവേദന പിടിച്ച പണി തന്നെയാണ്. ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂല എന്ന് മനസ്സിലായപ്പോഴേക്കും നമ്മളൊരു മൂവേഴ്സ് ആൻഡ് പാക്കേജ് ടീമിൻ്റെ സഹായം തേടി കേട്ടോ. അല്ലെങ്കിലും ഈ കട്ടിലും ചുമന്നുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അവർ വന്നതും പിന്നെ അവിടെ എവിടെ കണ്ട സാധനം മുഴുവൻ അവരുടെ പെട്ടിയിലോട്ട് അങ്ങോട്ടാക്കി. അതിൻ്റെ ഇടയിൽ എന്നൊക്കെയാണ് എടുത്തു വെച്ചേന്നോ എവിടെയൊക്കെയാണ് എടുത്തു വെച്ചേന്നോ എനിക്ക് തന്നെ ഒരു ധാരണ പോലും ഇല്ലായിരുന്നു. എന്തായാലും അണ്ണന്മാർ വേഗം പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അതേതാ അതിൻ്റെ ഇടയിലൊരു കോഴി. അതൊക്കെ പോട്ടെ, വേസ്റ്റ് എല്ലാം പിന്നെയും കുന്നു ഓടാൻ തുടങ്ങി. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെങ്കോലുമായി രാജാവ് ഇറങ്ങി, പുറകെ ഞാനും. അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ട് നമ്മൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാണേ. സത്യത്തിലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷിഫ്റ്റിംഗ് ആണ് പ്ലാൻ ചെയ്തതെങ്കിലും നമ്മുടെ അണ്ണന്മാരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും പെട്ടുപോയേനെ. എന്തായാലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് മെല്ലെ ശരിയാക്കാം. തൽക്കാലം ഒരു കട്ടിൽ മാത്രം റെഡിയാക്കി എടുത്തു. പിന്നെ സോപ്പ്, ചൂല്, മാറ്റ് അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഡിമാർട്ടിലേക്ക് ഒന്ന് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം അത് അടയ്ക്കാറായിരുന്നു. എങ്കിലും ഉള്ള സമയത്തിന് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചു. സത്യം പറയാലോ, മടുത്ത് പണ്ടാരം അടങ്ങിയായിരുന്നു കേട്ടോ. ട്വിസ്റ്റ് അതൊന്നുമല്ല, തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മുട്ട മഴ കിട്ടി. ആ മഴ മുഴുവൻ ഞങ്ങൾ നനഞ്ഞു. അപ്പോൾ പനി പിടിച്ച് കിടപ്പിലായില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ പിന്നെ ശരി, ടാറ്റാ.